കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഗമം നടത്തി. ഇതിൻ്റെ ഉദ്ഘാടനം കോൺഗ്രസ് കോർ കമ്മിറ്റി അംഗം പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധി സംഗമം നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് കോർ കമ്മിറ്റി അംഗം പ്രൊഫസർ PJ കുര്യൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന ഭരണം, പിണറായി വിജയന്റെ ഭരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം, വാസ്തവത്തിൽ ആ ഭരണത്തിൽ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഒരു മാറ്റം ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാ രംഗങ്ങളിലും അഴിമതിയാണ്. അഴിമതികളുടെ ലിസ്റ്റ് നമുക്കറിയാം. നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അഴിമതികളുടെ ലിസ്റ്റ് ഒരിക്കൽ പുറത്തു വിട്ടു പറഞ്ഞു. VD സതീശൻ ഓരോ അഴിമതിയെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. പത്രങ്ങളൊക്കെ അഴിമതികൾ. പക്ഷേ സാധാരണ അഴിമതികളൊക്കെ സർക്കാരിൽ കൈക്കൂലി മേടിക്കുന്നതും ഉദ്യോഗസ്ഥന്മാർ അല്ലെ മന്ത്രിമാർ അല്ലെ കമ്മീഷൻ മേടിക്കുന്ന അഴിമതികളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. മറ്റൊരു അഴിമതി നമ്മൾ ഇതുവരെ കണ്ടു. ഇപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് ഏതാ ഭഗവാന്റെ ഭരണം, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കുന്ന ആ ഏറ്റവും ഭയങ്കരമായ ഭീതിജനകമായ അഴിമതിയും കാട്ടിക്കൂട്ടിയവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി കോശി P. സക്കറിയ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. മല്ലപ്പള്ളി ബ്ലോക്കിന്റെ കീഴിൽ തന്നെ 48 പേരെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമുക്ക് അടുത്ത് നടക്കുവാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ 5 സീറ്റിലും നമുക്ക് ജയിച്ചു വരുന്നതിനുള്ള സംവിധാനങ്ങളും അണികളും പാർട്ടി പ്രവർത്തകരും സജ്ജമാക്കി കഴിഞ്ഞിരിക്കുക. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ആരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല. ആ പാർട്ടിയിലെ കഴിഞ്ഞ 4 തവണയായി തിരുവല്ല അസംബ്ലി നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ആന്റണി MP, അഡ്വക്കേറ്റ് റിജി തോമസ്, G. സതീഷ് ബാബു, ഡോക്ടർ ബിജു T. ജോർജ്, സുരേഷ് ബാബു പാലാഴി, കീഴ്വായ്പൂരി ശിവരാജൻ, AB മേക്കരിഞ്ഞാട്ട്, PT എബ്രഹാം, KG സാബു, ജ്ഞാനമണി മോഹനൻ, CP മാത്യു, കൃഷ്ണൻകുട്ടി മുള്ളംകുടി, ധന്യമോൾ ലാലി, ലിപിൻ ജോസഫ്, KV രശ്മിമോൾ, ചെറിയാൻ മണഞ്ചേരി, മണിരാജ് പുന്നിരം, MK സുഭാഷ് കുമാർ, ലിൻസൺ പറോടിക്കൽ, തോമസ് തമ്പി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് വെളിമൺ ഡിവിഷൻ ജയിച്ച ശ്രീമതി രശ്മിമോൾ, വാർഡ് 4 ജയിച്ച പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ ജോസഫ്, ശ്രീമതി പ്രവീണ വസന്ത് മാത്യുവിനെയാണ് QC മാത്യുവിനെ മല്ലപ്പള്ളി പഞ്ചായത്ത് ജയിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീമതി സിന്ധു സുഭാഷിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ അനു വർഗീസിനെ